പണ്ട് പണ്ട് ഒരു നാട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. മുന്നയുടെ മനസ്സ് വളരെ നല്ലതായിരുന്നു. മുന്നക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു, ജുണ്ണ, ഒരു മടിയത്തിക്കുട്ടി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മ പറഞ്ഞു, ഇനി മുന്നേ നീ കാട്ടിൽ പോയി കുറച്ച് വിറകടിച്ച് കൊണ്ടുപോവാ. മുന്നക്കാണെങ്കിലോ ഒറ്റക്ക് കാട്ടിൽ പോകാൻ പേടിയായിരുന്നു. അങ്ങനെ മുന്ന ഒറ്റക്ക് കാട്ടിലെത്തി ഒരു വലിയ മരത്തിൽ നിന്ന് വിറക് ഓടിച്ചു കൊണ്ടിരിക്കുമ്പോ എങ്ങനെയോ മുന്ന കാൽ വഴുതി നിലത്ത് വീണു. പാപം, വേദന സഹിക്കാൻ വയ്യാതെ അവൾ ആ മരത്തിന് ചുവട്ടിലിരുന്ന് കുറെ കടഞ്ഞു. അത്ഭുതം! ആ മരം പതുക്കെ കണ്ണ് തുറന്ന് മുന്നേ നോക്കി. എന്നിട്ട് മരം പറഞ്ഞു, മോളെ, എനിക്ക് നന്നായി ദാഹിക്കുന്നു, കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവന്ന് എന്റെ പേരുകളൊന്നും നനച്ചു തരുമോന്ന് ചോദിച്ചു. ഓ, അതെന്താ, നനച്ചു തരാമല്ലോ. അവൾ ദൂരെയുള്ള അരുവിയിൽ നിന്ന് വെള്ളമെടുത്ത് മരത്തിന് ഒഴിച്ചു കൊടുത്തു. മരത്തിന് വളരെ സന്തോഷമായി. നല്ല മനസ്സുള്ളവർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയൂ. മരം പറഞ്ഞു, എനിക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് പകരമായി ഞാൻ നിനക്കൊരു സമ്മാനം തരാം. എന്റെ ഈ വേദിനടിയിൽ ഒരു മൺകുടമുണ്ട്, അത് മോളെടുത്തോ. അങ്ങനെ മുന്നേ സന്തോഷത്തോടെ ആ നിധിയെടുത്ത് മരത്തിന് നന്ദിയും പറഞ്ഞ് വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്തിയപ്പോൾ അമ്മ ദേഷ്യപ്പെട്ട് നിൽക്കുകയായിരുന്നു. എവിടെയായിരുന്നു ഇത്ര സമയം? എവിടെ വിറകെവിടെ? മുന്നേ സംഭവിച്ചതെല്ലാം അമ്മയോടും ജുന്നയോടും പറഞ്ഞു. അമ്മ മൺകുടം മെല്ലെ തുറന്നു നോക്കി. ആ അത്ഭുതം! അതിൽ എന്തായിരുന്നെന്ന്? വില പിടിച്ച മുത്തുമണികൾ. അത് കണ്ടപ്പോൾ അവളെ ചേർത്ത് പിടിച്ച് മുത്തം കൊടുത്തു. ഇത് കണ്ടപ്പോൾ ജുന്നക്കുണ്ടോ സഹിക്കുന്നു. അവൾക്കും മുന്നയോട് അസൂയ തോന്നി തുടങ്ങി. എനിക്കും നിധി കിട്ടണം. പിന്നെ കാട്ടിലേക്ക് ഓടി. അങ്ങനെ കാട്ടിലൂടെ കുറേ നടന്നപ്പോൾ അവൾ ആ മരം കണ്ടു. ഉടനെ ജുന്ന മരത്തിൽ വീണ് കരയാൻ തുടങ്ങി. എനിക്ക് നിധി വേണം. മരം പറഞ്ഞു, ശരി മോളെ, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. മോള് പോയി കുറച്ച് വെള്ളമെടുത്ത് കൊണ്ടുവന്ന് എന്റെ വേരുകൾ നനച്ചു തരാമോ എന്ന് ചോദിച്ചു.